SR കറിവേട്ടിലേക്ക് സ്വാഗതം. ഓണക്കല്ല വരുന്നത്, അപ്പോൾ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഓണം സീരീസിലെ ഒന്നാമത്തെ റെസിപ്പി ചേമ്പ് വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ്. ബാച്ചിലേഴ്സിനായാലും കുക്കിംഗ് അറിയാത്തവർക്കായാലും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും. അതിനായി ഞാനിവിടെ 3 ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇത് 3ഉം എടുക്കില്ല, 2 കഷ്ണം മാത്രമേ എടുക്കുള്ളൂ. ചേമ്പ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കൊഴുപ്പ് കൂടുതലായിരിക്കും. ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ കട്ട് ചെയ്തെടുത്താണ് ഇത്. അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് നടുക്കീറിയത്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിൻ്റെ നഖക്ക നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാനായി 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് കറിവേപ്പില. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങൾ കൂടുതലായാൽ കൊഴുപ്പ് കൂടുട്ട കറിക്ക്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ചേമ്പൊക്കെ ഒന്ന് വെന്തോ നോക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ചേമ്പൊക്കെ വെന്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ കട്ടിയുണ്ടെങ്കിൽ ചേമ്പ് വെന്തു എന്ന് അർത്ഥട്ടാ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും കുക്ക് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ റോസ് സ്മെല്ല് മാറിക്കിട്ടണം അരപ്പിൻ്റെ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറിക്കിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് നല്ല പുളിയുള്ള തൈര് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കുക. വറവിട്ട് കൊടുക്കാനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, ഒരു നുള്ള് ഉലുവപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുക. അടിപൊളി ചേമ്പിൻ്റെ പുളിശ്ശേരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.